അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അല്ലാ മെസ്സേജ് അയച്ചവർക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി തന്നെ ദുആ ചെയ്യുന്നുണ്ട്. അധികം പേരും കടങ്ങൾ കൊണ്ട് വിഷമത്തിലാണ്. ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ക്ലാസ് എത്ര കടമുണ്ടായിരുന്നാലും ആ കടങ്ങൾ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് കിട്ടുക തന്നെ ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ്. ഈ സൂറത്ത് നിങ്ങൾ 3 ദിവസം 21 പ്രാവശ്യം ഓതുക. ഇൻഷാ അല്ലാ എത്ര വലിയ കടമുള്ളവരാണെങ്കിലും അത് നടക്കുക തന്നെ ചെയ്യും. ഒരുപാട് പേർ പറയുന്നത് കേൾക്കാം, ഞാൻ ഏതൊക്കെ സൂറത്ത് ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും എനിക്കൊരു ഫലം കിട്ടുന്നില്ലെന്ന്. അത് ഓതുന്ന വ്യക്തിയുടെ പിഴവ് കാരണമാണ്. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതി നോക്കണം. തീർച്ചയായിട്ടും ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ കാര്യം, നമ്മൾ സൂറത്ത് ഓതുന്നതിന് മുമ്പ് നിയ്യത്ത് വയ്ക്കണം. ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഈ സൂറത്ത് ഓതി തീർക്കാമെന്ന്. ആ ദിവസത്തിനുള്ളിൽ തന്നെ ആ സൂറത്ത് ഓതി തീർക്കുകയും വേണം. രണ്ടാമത്തെ കാര്യം, ഈ സൂറത്ത് ഓതി തീരുന്നതിന് മുമ്പ് എൻ്റെ ഈ കാര്യം നടക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ചില ആൾക്കാരുണ്ട്, ഞാനൊന്ന് ഓതി നോക്കട്ടെ, നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഓതരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓതുന്നതിനിടയിൽ ആരോടും സംസാരിക്കാൻ പാടില്ല. അതുപോലെ മനസ്സിൽ വേറെ ഒരു ചിന്തയും പാടില്ല. അടുക്കളയിലെ ജോലികൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓതാൻ ഇരിക്കുന്നതാണ് ഉചിതം. അത് പറയാൻ കാരണം, എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് സഹോദരിമാരാണ്. ചോറ് വാർത്തില്ലല്ലോ, പാത്രങ്ങൾ കഴുകിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു അമൽ ചെയ്താലും അല്ലാഹു തആല അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പരദൂഷണവും ഏഷണിയും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറയാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും പിന്മാറണം. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി നമ്മൾ ഇടപെടാൻ പാടില്ല. ചില ആൾക്കാരുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണ് താല്പര്യം. അങ്ങനെയുള്ളവരുടെ അമലുകൾ അല്ലാഹു ഒരിക്കലും ഏറ്റെടുക്കില്ല. അതുപോലെ നമ്മൾ ഓതാനിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും വസ്ത്രവും നമ്മൾ ഇരിക്കുന്ന റൂമും വൃത്തിയുള്ളതായിരിക്കണം. വുളു എടുത്ത് കിബിലയെ നേരിട്ട് കൊണ്ട് ഇരിക്കുക. ഏതാണ് ആ സൂറത്തെന്നറിയണ്ടേ? സൂറത്ത് ഫതഹ് 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 41 പ്രാവശ്യമോ ഓതി നോക്കൂ. തീർച്ചയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുത്തത് ഈ ഒരു സൂറത്ത് കൊണ്ടാണ്. ഇത് ഒരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ്. നിങ്ങൾ ഇന്ന് തന്നെ ഓതി നോക്കൂ, മടിക്കേണ്ട, തീർച്ചയായിട്ടും ഓതി നോക്കണം. അല്ലാഹുവേ, ഒരുപാട് പേർ കടങ്ങൾ കൊണ്ട് വിഷമത്തിലാണ് റബ്ബേ. അവരുടെ മനസ്സറിയുന്ന നാഥ, ഹലാലായ മാർഗം കൊണ്ട് റബ്ബേ നീ അവരുടെ കടങ്ങൾ വീടാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. അതുപോലെ വാടകയ്ക്ക് കഴിയുന്ന ഒരുപാട് സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവർക്ക് നല്ലൊരു ഭവനം നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നല്ല സന്താനം നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ, ശിഫയാക്കണേ നാഥ. ഒക്കെ എന്തൊക്കെ വിഷമമുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയാവൂ നാഥ. നീയാണല്ലോ റബ്ബേ വലിയവൻ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരാളില്ല റബ്ബേ. ഞങ്ങളിൽ പലരും ഇന്ന് ഖബറിലാണ് നാഥ. അവരുടെ എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ നാഥ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കണേ റബ്ബേ. ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും നിന്നെ മതിമറന്ന് ജീവിക്കാനുള്ള മനസ്സ് തരല്ലേ റബ്ബേ. നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ് തരണേ നാഥ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കി താ റബ്ബേ. അല്ലാഹുവേ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ നാഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.